നമസ്കാരം. മിനിഞ്ഞാന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഇടതുപക്ഷത്തിന്റെ അന്ത്യം കേരളത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ്. തളിപ്പറമ്പിൽ ടി.കെ. ഗോവിന്ദൻ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നത് സംസ്ഥാന സെക്രട്ടറിയായ എം.വി. ഗോവിന്ദന്റെ ഭാര്യ പി.കെ. ശ്യാമളയ്ക്ക് മത്സരിക്കാൻ അവസരം നൽകിയതിൽ പ്രതിഷേധിച്ചാണ്. ഇനി അധികാരം പോയി കഴിഞ്ഞാൽ CPM നേതാക്കളും അണികളും എങ്ങനെ ജീവിക്കും എന്നതിനെക്കുറിച്ച് വലിയ ആശങ്കകൾ അവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും ഈ പാർട്ടിയെ ഈ ഒരു ഗൂഢസംഘത്തെ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നത് ഇതിൽ ആശ്രിതരായി തുടരുന്നവരാണ്. അതായത് അണികളെന്ന് അവർ പറയും, പക്ഷേ ആശ്രിതരായി തുടരുന്നവരാണ്. അത് മാത്രമല്ല, കനത്ത പോളിംഗ് ആണ് മിനിഞ്ഞാന്ന് രേഖപ്പെടുത്തിയത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇതേക്കുറിച്ച് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് ജി ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു തലക്കെട്ട്, പോസ്റ്റിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഇതാണ് കേരളത്തിൻ്റെ സുനാമി എന്നാണ് ആ പോസ്റ്റിൻ്റെ തലക്കെട്ട്. പിന്നീട് ഇനി എഴുത്തിലേക്ക് വരാം. UDF ശക്തി കേന്ദ്രങ്ങളിലെ 50ഓളം മണ്ഡലങ്ങളിൽ 80% പോളിംഗ് നടന്നു എന്ന് ഇന്നലെ രാത്രി വൈകി കേട്ടപ്പോൾ ആഹ്ലാദിക്കാത്ത മതനിരപേക്ഷകർ ഉണ്ടാകാനിടയില്ല. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ കേരളത്തിൽ നടന്ന വോട്ടെടുപ്പ് ഒരു സുനാമിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാം. വേരും തടിയും തമ്മിൽ ബന്ധമറ്റ മരം നിലനിൽക്കില്ല എന്നറിയാൻ വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട. പക്ഷേ സത്യം പറയട്ടെ, എനിക്ക് ഇന്നലെ ഒരു കാളരാത്രിയായിരുന്നു. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി സഖാവ് ടി.കെ. ഗോവിന്ദനെയും ഭാര്യ രമണിയെയും രാത്രി പോളിംഗ് ബൂത്തിന് പുറത്ത് വളഞ്ഞുവെച്ച് പാർട്ടിയുടെ കാളികൂളി സംഘം തിമിർത്താടുമ്പോൾ സത്യത്തിൽ പാതാളത്തിലെ കാഴ്ചയാണോ കാണുന്നത് എന്ന് തോന്നിപ്പോയി. ഇതുതന്നെയാണ് അമ്പലപ്പുഴയിൽ ജി സുധാകരനോടും കാണിച്ചത്. പാർട്ടി പുതിയ തലമുറയുടെ കയ്യിൽ എത്തിയപ്പോൾ അതിൻ്റെ അടിത്തട്ട് മുതലുള്ള സംഘാടകനായിരുന്ന ജി സുധാകരനെയും ഈ മാഫിയ സംഘം നിഷ്ഠൂരമായാണ് കൈകാര്യം ചെയ്തത്. സർവരാലും ആദരിക്കപ്പെടുന്ന ജി സുധാകരനെ കരുണയില്ലാതെ അപമാനിക്കാനായി അണികൾക്ക് നിർദ്ദേശം കൊടുക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് എങ്ങനെ ധൈര്യം വന്നു? മനുഷ്യത്വമില്ലാത്ത മൃഗം എന്നേ ആ കീടത്തെ ഞാൻ വിളിക്കൂ. പാർട്ടിക്ക് സംഭവിച്ച അപജയവും നയവ്യതിയാനങ്ങളും മുൻനിർത്തി സ്വന്തം നിലപാടുകൾക്കനുസരിച്ച് ജീവിക്കാൻ ധൈര്യം കാട്ടി എന്നതാണ് ഈ വയോവൃദ്ധർ ചെയ്ത തെറ്റ്. ഒരായുസ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച സഖാവ് ടി.കെ. ഗോവിന്ദനോട് അല്പം കൂടി ദയ കാട്ടണമെന്ന് പറയാൻ ഇന്നലത്തെ രാത്രി അവിടെ തടിച്ചുകൂടിയവരിൽ മനുഷ്യപ്പറ്റുള്ള ആരുമുണ്ടായില്ല. എത്ര പതിറ്റാണ്ടുകൾ പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവുമായിരുന്നു സഖാവ് ടി.കെ. ഗോവിന്ദൻ. പാർട്ടിയെ വെല്ലുവിളിച്ചാൽ ഇതായിരിക്കും അനുഭവമെന്ന് ഈ തെമ്മാടിക്കൂട്ടം ജനങ്ങളെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഭീകരജന്തുക്കൾ. പക്ഷേ പാർട്ടിയെ തപ്പിയാൽ എവിടെ കിട്ടും? അതുകൊണ്ടല്ലേ ഇന്ത്യയിലെ വിസ്തൃതമായ പശ്ചിമ ബംഗാളിൽ നിയമസഭയിൽ ഒരു തുണ്ട് ചെങ്കൊടി പോലുമില്ലാത്തത്? തെരുവുകുണ്ടകളിൽ നിന്ന് ഇതിനേക്കാൾ മര്യാദ പ്രതീക്ഷിക്കാം. ഇതൊക്കെ അനുഭവിച്ചു തീരാതെ ഈ നരാധമന് ഈ ലോകം വിട്ടുപോകാൻ പറ്റുമോ? ഒരു സംശയം ചോദിച്ചോട്ടെ. മെയ് 4 ഫലം വരുമ്പോൾ CPMന്റെ അന്തകനായി ആരോപിച്ച് കാരണഭൂതൻ്റെയും ഭാര്യയുടെയും നേരെ കുറ്റം ചാർത്തി ഒരു കൊട്ട ചാണകവും വലിച്ചെറിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്താ ഈ കാളികുളി സംഘത്തിന് മാത്രമേ ഏറ് വശമുള്ളോ? എത്ര കാലം വീടിനുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കും? അതോ ഈ നൃശംസന് കൊമ്പുണ്ടോ? ഏകശാസനാധികാരിയാണോ? സഖാവ് ടി.കെ. ഗോവിന്ദനെയും ഭാര്യ രമണിയെയും ഭേദ്യം ചെയ്തപ്പോൾ ഇന്നലെ ആ രാത്രിയും ആകാശത്തു നിറയെ നക്ഷത്രങ്ങളുണ്ടായിരുന്നു. ഞാനത് കണ്ടാണ് സ്വപ്നങ്ങൾ നെയ്തെടുത്തത്. പക്ഷേ ഭൂമിയിൽ ഒരു മാലാഖയെയും കണ്ടില്ല. ചെകുത്താന്മാർ മാത്രം ഓരിയിട്ട് നടക്കുന്നു. ഭയം തളം കെട്ടി നിൽക്കുന്നു. ലെനിനോ സ്റ്റാലിനോ ഭൂഗോളത്തിൽ എവിടെയെങ്കിലും ഇരുന്ന് ഈ ഹിംസ്ര ജന്തുക്കളുടെ പേക്കൂത്ത് കാണുന്നുണ്ടാകുമോ? തീർച്ചയായും തങ്ങൾക്ക് പറ്റിയ തെറ്റിൽ ഒരു നിമിഷമെങ്കിലും അവർ പശ്ചാത്തപിക്കാതിരിക്കില്ല. അവർ അധമരല്ല, ഭൂമിയിൽ സ്വർഗം പണിതവരാണ്. ഭൂമിയിൽ ഒരു പുതിയ ലോകം പണിതവരാണ്. പുതുയുഗത്തിൻ്റെ സൂര്യോദയം മനുഷ്യരാശിക്ക് കാണിച്ചു തന്നവരാണ് അവരെന്നാണ് ടാഗോറും ഐൻസ്റ്റീനും മറ്റും വിശേഷിപ്പിച്ചത്. ആദ്യ വനിത വാലന്റീന തെരഷ്കോവയെ ബഹിരാകാശത്തെത്തിച്ച രാജ്യം എന്ന ഖ്യാതി ഒരു സോവിയറ്റ് യൂണിയനെ അവകാശപ്പെടാനുള്ളൂ. വേഷപ്രച്ഛന്നരായി എത്തിയ പിൻഗാമികൾ അതിൻ്റെ അന്തസ്സ് മുഴുവൻ തകർത്തു തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഇന്നലെ സംഭവിച്ചത് ഒരു സുനാമിയാണ്. ജനങ്ങളുടെ രോഷം ആർക്കെതിരെയാണ് പൊട്ടി ഒഴുകുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. മുഖ്യമന്ത്രി അവകാശപ്പെട്ടത് പ്രതിപക്ഷത്തിനെതിരായ ജനവിധിയാണ് അതിൽ ഉൾച്ചേർന്നിരിക്കുന്നത് എന്നാണ്. എന്തിന് പ്രതിപക്ഷത്തെ ഏതെങ്കിലും പാർട്ടിക്കെതിരെ ജനങ്ങൾ ശബ്ദമുയർത്തണം? പ്രതിപക്ഷങ്ങൾ ഭരണപക്ഷത്തിനെതിരെ എന്തെങ്കിലും അപരാധം കാണിച്ചോ? ജനങ്ങൾ ഒറ്റക്കെട്ടായി ദുഷ്ടശക്തികൾക്കെതിരെ കൈകോർക്കുന്നതാണ് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കാണുന്നത്. കണ്ണാടി കാൺമൂളവും തന്നുടെ മുഖം ഏറ്റവും സുന്ദരമെന്ന് നിരൂപിക്കും വിരൂപന്മാർ എന്ന് തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയത് എത്ര സത്യം! അതേസമയം ഭരണപക്ഷത്ത് ഇത്തിൽ കണ്ണികളായി പറ്റിപ്പിടിച്ചുകൊടുന്ന് ഊറ്റിക്കുടിച്ചവർക്ക് അവരുടെ സുവർണാവസരം കൈവിട്ടു പോകുകയാണ്. ഇങ്ങനെയാണ് ജി ശക്തിധരൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതെ, ഈ പാർട്ടിയുടെ ചോരയും നീരുമൊക്കെ ഊറ്റി
തടിച്ചു കൊഴുത്ത് വളർന്ന കുറേ അണികളും നേതാക്കളുമൊക്കെ അവർക്ക് അധികാരം കൈവിട്ട് പോകുന്നതോടുകൂടി അവരുടെ ഭ്രാന്ത് ഇളകിയിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അവരിനി എങ്ങനെ ജീവിക്കും? അവർക്ക് പലരും ഒരു കുനിഞ്ഞൊരു കുപ്പയെടുത്ത് ഉള്ള ഒരു ശീലമുള്ള ആൾക്കാരല്ല, ജോലി ചെയ്ത് ശീലമുള്ള ഒരാൾക്കാരല്ല. അവർക്ക് ഇതുപോലെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക, ബക്കറ്റ് പിരിവെടുക്കുക, പാർട്ടി പിരിവെടുക്കുക, മധ്യസ്ഥത വഹിക്കുക, പാർട്ടിയുടെ മറവിൽ മറ്റു പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുക, ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ, പ്രത്യേകിച്ച് CPM-കാരുടെ രീതി എന്ന് പറഞ്ഞാൽ. പഴയ CPM നേതാക്കളെക്കുറിച്ചല്ല, ഈ പറയുന്ന ഇപ്പോഴുള്ള നിലവിലെ CPM നേതാക്കളുടെ ഒക്കെ പ്രാദേശിക നേതാക്കൾ പലരുടെയും രീതി അതാണ് നമ്മൾ കണ്ണൂരിലും മറ്റു പലയിടങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ ഈ ഒരു അധികാരം പോയതോടുകൂടി എന്തും കാട്ടിക്കൂട്ടുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അന്തം വിട്ടാൽ പ്രതി എന്തും ചെയ്യും എന്നുള്ളതാണ്. പാർട്ടിക്ക് അധികാരം പോകുന്നു എന്ന് മനസ്സിലായതോടെ കമ്മികൾക്ക് വല്ലാത്തൊരു അങ്കലാപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് അവർ കണ്ണൂരിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടിയെ എങ്ങനെയാണ് G. സുധാകരനും TK ഗോവിന്ദനും B. കുഞ്ഞികൃഷ്ണനും ഉൾപ്പെടെയുള്ളവർ കെട്ടിപ്പടുത്തത് എന്ന് ഇപ്പോഴത്തെ ഈ ആശ്രിതർക്കറിയില്ല. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഇതിന് വിധി എഴുതി കഴിഞ്ഞു. ഈ വരുന്ന മെയ് 4-ാം തീയതി ഈ വിധി അത് നമുക്കറിയാൻ കഴിയും. ഇടതുപക്ഷത്തിന് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അന്തം കമ്മികൾ ഇത്തരത്തിലുള്ള അക്രമങ്ങളൊക്കെ അഴിച്ചുവിടുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്.